ക്രിസ്തുവിലായിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ്. പഴയത് കടന്നുപോയി, ഇതാ പുതിയത് വന്നു കഴിഞ്ഞു. ഒരുവൻ സുവിശേഷം കേട്ട് യേശുവിനെ രക്ഷിതാവും കർത്താവുമായി ഹൃദയത്തിൽ സ്വീകരിച്ചു കഴിയുമ്പോൾ അവനൊരു പുതിയ ജീവിതത്തിൻ്റെ ഉടമയായി തീരുകയാണ്. പഴയ ജീവിതത്തിൻ്റെ രീതികളും ശൈലികളും എല്ലാം പാടെ മാറ്റിക്കളഞ്ഞ് യേശുവിനോട് കൂടെയുള്ള ഒരു വിശുദ്ധ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. തീ പിടിച്ച ആത്മാക്കളായിട്ട് അവർ മാറുകയാണ്. തങ്ങൾ അനുഭവിച്ച കർത്താവിൻ്റെ സ്നേഹത്തെ അനേകരിലേക്ക് പകർന്നു കൊടുക്കുക എന്നുള്ളത് ഒരു ജീവിത വ്രതമായിട്ട് അവർ ഏറ്റെടുക്കുകയാണ്. തീ പിടിച്ചവരുടെ 2ാം എപ്പിസോഡിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ഔസേപ്പച്ചൻ പുതുമന ബ്രദറിൻ്റെ ജീവിത അനുഭവങ്ങളിലൂടെ എങ്ങനെ കർത്താവിലേക്ക് വന്നു എന്നുള്ളത് നമ്മൾ കണ്ടു. ഈ എപ്പിസോഡിൽ അദ്ദേഹം ക്രിസ്തുവിനെ പ്രതി സഹിച്ച ആ ത്യാഗങ്ങളുടെ പൊള്ളുന്ന ജീവിത യാഥാർത്ഥ്യങ്ങളുടെ കഥകൾ നമ്മളോട് പങ്കുവയ്ക്കുവാനായിട്ട് ഇന്ന് കടന്നു വന്നിരിക്കുന്നു. നമുക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം. സ്വാഗതം ചേട്ടൻ. നമ്മൾ 2ാമത്തെ എപ്പിസോഡിലേക്ക് കടന്നു വരികയാണ്. അനേകരുടെ ഒരു ഫീഡ്ബാക്ക് നമുക്ക് കിട്ടുന്നുണ്ട്. ഈ പ്രോഗ്രാം അനേകർക്ക് അനുഗ്രഹമായി തീരുകയാണ്. നല്ല തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു വലിയ പ്രചോദനം, പാപജീവിതത്തെ ഉപേക്ഷിക്കാൻ, മദ്യപാനത്തെ ഉപേക്ഷിക്കാനൊക്കെ അനേകർക്ക് ഒരു പ്രചോദനമായി തീരത്തക്ക വിധത്തിൽ ഈ എപ്പിസോഡിനെ കർത്താവ് അഭിഷേകം ചെയ്തുകൊണ്ടിരിക്കുക. അവസാനം ഞാൻ ഈ അനുഭവത്തിലേക്ക് കടന്നു വന്നപ്പോൾ നേട്ടങ്ങളാണോ കോട്ടങ്ങളാണോ ജീവിതത്തിൽ കൂടുതലായിട്ട് അനുഭവിക്കേണ്ടി വന്നത്? ഈ ഒരു അനുഭവത്തിലേക്ക് കടന്നു വന്നപ്പോൾ എൻ്റെ ഹൃദയത്തിൽ 100% സന്തോഷം അനുഭവിക്കാൻ സാധിച്ചെങ്കിൽ പോലും സാമ്പത്തികമായ വലിയൊരു പ്രതിസന്ധിയിലേക്ക് ഞാൻ കടന്നുപോയി. മാസം അല്ലെങ്കിൽ വർഷത്തിൽ ലഭിച്ചുകൊണ്ടിരുന്ന കോടികളുടെ വരുമാനം ഒരു നിമിഷം പെട്ടെന്നില്ലാതാകുക. ബാങ്ക് ലോൺ ഒരു വശത്ത്, വാഹനങ്ങളുടെ ലോൺ മറുവശത്ത്, മറ്റ് ജീവിത ചെലവുകൾ മറുവശത്ത്, ഇതെല്ലാമായിട്ട് ഒരു വലിയ പ്രതിസന്ധി ഘട്ടത്തിലേക്ക് അത് ഞാൻ കടന്നുപോയി. അങ്ങനെ ഒരു 6 വർഷം എനിക്ക് പ്രതിസന്ധിയുടെ കാലഘട്ടമായിരുന്നു. എൻ്റെ വാഹനങ്ങളെല്ലാം വിട്ടും കടം തീരുന്നില്ല. ഈ ബാർ ഹോട്ടൽ സ്വന്തം പണിയാൻ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ കാസർഗോഡ് ബ്രാഞ്ചിൽ നിന്ന് ലക്ഷങ്ങളുടെ കടം എടുത്തിട്ടുണ്ട്. അങ്ങനെ ചില സ്ഥലങ്ങൾ വിട്ടിട്ടും കടം തീരുന്നില്ല. ഈ ബാർ നിർത്തിയെങ്കിലും വാസ്തവത്തിൽ ആ ബാറിന്റെ ലൈസൻസ് ആർക്കെങ്കിലും കൊടുത്തിരുന്നെങ്കിൽ ആ കാലഘട്ടത്തിൽ എത്രയോ വലിയ ഒരു എമൗണ്ട് കയ്യിൽ കിട്ടുമായിരുന്നു. എന്തുകൊണ്ടാണ് അതുപോലും ആ ലൈസൻസ് പോലും ആർക്കും കൊടുക്കണ്ട എന്ന് തീരുമാനിച്ചത്? ഞാൻ ബാർ നടത്തുന്നതും മറ്റൊരാൾക്ക് നടത്താൻ കൊടുക്കുന്നതും എഫക്റ്റിൽ ഒരുപോലെയാണ്. അതിനൊരു വരുമാനം ഞാൻ വാങ്ങിക്കൊണ്ട് ലൈസൻസിന് വില കുറഞ്ഞ് വിറ്റ് ഞാൻ ആ ബാർ ലൈസൻസ് നടത്താൻ അനുവാദം കൊടുക്കുന്നതും ഞാൻ നടത്തുന്നതായിട്ട് എന്താ മാറ്റമുള്ളത്? ഞാൻ ആ മദ്യവ്യവസായം അല്ല മദ്യപാനം അതൊരു വലിയ തിന്മയാണെന്നുള്ള ബോധ്യത്തിൽ അടച്ച ഞാൻ പട്ടിണി കിടന്ന് മരിച്ചാലും ഈ ബാർ ലൈസൻസിന് വേണ്ടി വലിയ കോടികളായിട്ട് ആൾക്കാർ വന്നു. അവരോട് ഞാൻ പറഞ്ഞു സാധ്യമല്ല, തരില്ല, സാധ്യമല്ല. പട്ടിണി കിടന്ന് മരിച്ചാലും വീട്ടിൽ ആ ബാർ ലൈസൻസ് കൊടുത്ത് പണം എനിക്ക് വേണ്ട, ഞാൻ തീരുമാനം. ഇത്ര വലിയ സാമ്പത്തിക ബാധ്യതകളിൽ നിൽക്കുമ്പോൾ പോലും അത് എന്റെ കോടികൾ കിട്ടാമായിരുന്ന വരുമാനം ഉച്ചിഷ്ടം പോലെ തള്ളിയാണ്. അതിനുശേഷം ബാർ ലൈസൻസ് കൊടുത്തിട്ട് പണം ഉണ്ടാക്കിയപ്പോൾ ഞാൻ തന്നെ നടത്തിക്കൂടെ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് എത്ര വലിയ ഒരു കാര്യമാണ് നമ്മൾ കേൾക്കുന്നത്. വലിയ ലക്ഷങ്ങളുടെ ബാധ്യതകളും വലിയ ഉത്തരവാദിത്തങ്ങളും നിൽക്കുമ്പോൾ തന്നെ വേണമെങ്കിൽ നേടാമായിരുന്ന ലക്ഷങ്ങളും കോടികളും ചുമ്മാ ഉച്ചിഷ്ടം പോലെ വലിച്ചെറിയ, പട്ടിണി കിടക്കേണ്ടി വന്നാലും മരിക്കേണ്ടി വന്നാലും ഞാൻ പാപം ചെയ്യത്തില്ല എന്ന് എടുക്കുന്ന ആ തീരുമാനം, ബ്രദറെ, ആ തീരുമാനത്തെ കർത്താവ് മാനിക്കാതിരിക്കുമോ? കർത്താവ് മാനിച്ചു. ഓരോ ദിവസവും ഓരോ നിമിഷവും ഈ നിമിഷം വരെ മാനിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഞാനത് പറഞ്ഞു വരുന്നത്, ആ ബാർ ലൈസൻസ് അടച്ച് അപ്പോൾ എൻ്റെ തോട്ടം കൃഷിയുണ്ട്, തെങ്ങ് റബ്ബറൊക്കെ ആദായം വരണം. പക്ഷേ 90 മുതൽ 96 വരെയുള്ള എൻ്റെ വർഷങ്ങളിലെ ജീവിതം വളരെയധികം സാമ്പത്തിക തകർച്ചയിലൂടെ വളരെ വിഷമിച്ച് വളരെ വേദനിച്ച് റേഷനരി വാങ്ങി പോലും ഭക്ഷണം കഴിക്കേണ്ട സ്ഥിതിയിലേക്ക് വന്നിട്ടുണ്ട്. ഒരു ധനാഢ്യനായിരുന്ന ഒരു മനുഷ്യൻ പക്ഷെ റേഷനരി പോയി വാങ്ങിച്ചുകൊണ്ട് വരേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നു. ഞാൻ പള്ളിയിലേക്കൊക്കെ നടന്നു പോകുന്ന കാണുമ്പോൾ ആൾക്കാർ എൻ്റെ മൂക്കെ കൈവച്ചനെ കളിയാക്കിയിട്ടുണ്ട്. ബെൻസുകാരൊക്കെ വിറ്റ് കളഞ്ഞ്. അതെ, അല്ല, വിജയാദിനായ ഒരു വ്യക്തി പറയാം, ഒരു വ്യക്തിയോട് പറയാം, ബ്രദറെ, നിങ്ങൾ ഇങ്ങനെ നടക്കുന്ന കാണുമ്പോൾ നമുക്ക് സങ്കടം തോന്നും. നിങ്ങൾ ഒരു കാലത്ത് ഓരോ ദിവസവും ഓരോ കാറിൽ നടന്ന വ്യക്തി ഇപ്പോൾ ഇങ്ങനെ നടക്കുന്ന കാണുമ്പോൾ ഞങ്ങൾക്ക് സങ്കടം വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, എൻ്റെ ദൈവം എൻ്റെ കാലിന് നല്ല ബലം തന്നിട്ടുണ്ട്. ആ കാസർഗോഡുള്ള ഹൈന്ദവനും മുസൽമാനും അവനെ കുടിപ്പിച്ചിട്ട് അവനെ നശിപ്പിച്ചിട്ട് എനിക്ക് വരുമാനം വേണ്ട, അതെൻ്റെ ദൈവം യേശുക്രിസ്തു ആഗ്രഹിക്കുന്നില്ല. ശരിക്കും ഇത് വളരെ 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 വിലപ്പെട്ട ഒരു സാക്ഷ്യമാണ്. എനിക്ക് റേഷനരി വാങ്ങിയ കാര്യം ഞാൻ ആരോടും
പറഞ്ഞില്ല, എനിക്കത് പ്രശ്നമല്ല. അനുഗ്രഹങ്ങൾക്ക് വേണ്ടി മാത്രം ദൈവത്തെ സമീപിക്കുമ്പോൾ കാരണം ഇവിടെ നേട്ടമായിരുന്നതൊക്കെ ചുമ്മാ ഉപേക്ഷിക്കാനായിട്ടുള്ള ഈശോ എനിക്ക് വേണ്ടി എനിക്ക് നൽകിയ വില അത്ര വലുതാ. ഈശോ സ്വന്തം ജീവൻ എനിക്ക് വേണ്ടി നൽകിയത്, എൻ്റെ രക്ഷയ്ക്ക് വേണ്ടി, ആത്മരക്ഷയ്ക്ക് വേണ്ടി. അങ്ങനെ നൽകിയ യേശുവിന് എനിക്ക് വേണ്ടി യേശു ഇത്രയും കഷ്ടപ്പെട്ടെങ്കിൽ ഈശോയ്ക്ക് വേണ്ടി എനിക്ക് എന്തുകൊണ്ട് കഷ്ടപ്പെട്ട് കൂടാ, സഹിച്ചു കൂടാ? വാഹനങ്ങളില്ല, നല്ല ഭക്ഷണമില്ല, നല്ല വസ്ത്രമില്ല. 6 വർഷം ഞാൻ വളരെയധികം വേദനിച്ച് മുന്നോട്ട് പോയ കാലഘട്ടങ്ങളാണ്. അതിൻ്റെ ഇടയിലുണ്ട് ഒരു സംഭവം ഞാൻ ഓർക്കുക. അതിൻ്റെ ഇടയിൽ എൻ്റെ മകന് ഒരു സർജറി ആവശ്യം വരിക. വെല്ലൂർ മെഡിക്കൽ കോളേജ്. ട്യൂമറായിരുന്നു തലയിൽ. മൂത്ത മകനാണ്, അവൻ്റെ പേര് സോണി എന്നാണ്. അവന് ആ ട്യൂമർ രോഗത്തിന് വേണ്ടി ഓപ്പറേഷൻ വരിക. എത്രാമത്തെ വയസ്സിൽ? മരിച്ചുപോയി. മരിക്കുന്നത് 25ാമത്തെ വയസ്സിലാണ്. അതിന് 10 വർഷം മുമ്പ് ഈ ഒരു ഓപ്പറേഷൻ ആവശ്യമാണ്. 50,000 രൂപ ആയിട്ട് ഇന്ന ദിവസം വരാൻ അപ്പോയിൻമെൻറ്റ് കിട്ടി. എൻ്റെ പണമില്ല. തേങ്ങ വിറ്റ് കിട്ടിയത് 10,000 രൂപ ആകെയുണ്ട്. ബാക്കി 40,000 രൂപ എൻ്റെ കയ്യിലില്ല. ഈ അവസരത്തിൽ എൻ്റെ സഹോദരങ്ങളെല്ലാം നല്ല സാമ്പത്തിക ഭദ്രതയുള്ളവർ. അവരെല്ലാം ചോദിച്ചു, അവസരിച്ച് എത്ര വേണം പണം? ഞാൻ പറഞ്ഞു, വേണ്ട, ദൈവം തരും, എനിക്ക് തരുന്ന ബോധ്യത്തിൽ ഞാൻ നിൽക്കുക. ഈ ഓപ്പറേഷന് വെല്ലൂരേക്ക് ട്രെയിൻ കയറേണ്ടതിന് 3 ദിവസം മുമ്പ് ഞാൻ പണ്ട് മദ്യവ്യവസായി ആയിരുന്ന കാലത്ത് അടച്ച ഇൻകം ടാക്സ് കൂടിപ്പോയി എന്ന് പറഞ്ഞ് ഒരു ഗവൺമെന്റിന്റെ ചെക്ക് എനിക്ക് വരിക. ഞാനിതുകൊണ്ട് ബാങ്ക് കൊടുത്തു, അപ്പളെ ക്യാഷ് ചെയ്തോ പണമായിട്ട് ഞാൻ പോയി. സമയത്ത് ഞാൻ പറഞ്ഞു വരുന്നത് ആവശ്യമുള്ള കൃത്യ തുക 40,000 ആവശ്യം. ആ തുകയുടെ ചെക്ക് 41 39 അല്ല. ദൈവത്തിന്റെ ഒരു പരിപാലന. എന്നെ ദൈവം എന്തുമാത്രം സ്നേഹിക്കുന്നു. ആ ദൈവത്തിന്റെ പരിപാലന വിശ്വാസത്തെ വളർത്താനും ആ പരിപാലനം എല്ലാം ബോധ്യപ്പെടാൻ കാരണമായി. പ്രിയപ്പെട്ടവര്, ആ മകൻ ഞാൻ പറഞ്ഞല്ലോ 2005 ഡിസംബർ 15-ാം തീയതി മരിച്ച് സ്വർഗത്തിലേക്ക് പോയി. ആ മോൻ പറയുക, പപ്പ കരയണ്ട, മമ്മി കരയണ്ട, നിങ്ങൾ എന്തിനാ കരയുന്നത്? അപ്പൊ നിത്യജീവനെ കുറിച്ചുള്ള ഒരു വലിയ ബോധ്യം അതിനു മുമ്പ് തന്നെ ബ്രദറിന് കിട്ടി. എന്റെ മകനും കിട്ടി. മകന്റെ മരണം പോലും വാസ്തവത്തിൽ ഒരു പരിധിക്കപ്പുറത്ത് മാനസികമായിട്ട് നമുക്ക് ദുഃഖമുണ്ട്, തീർച്ചയായിട്ടും. പക്ഷെ അതിനപ്പുറത്ത് ഒരു വലിയ പ്രത്യാശ. ജീസസ് യൂത്തായിരുന്ന മകൻ പറയാ, പപ്പ കരയണ്ട, മമ്മി കരയണ്ട, ഞാൻ സ്വർഗത്തിലേക്കാ പോകുന്നേ, ഞാൻ സ്വർഗത്തിലേക്ക് പോകും, നിങ്ങൾ കരയണോ? അവൻ എത്രാമത്തെ വയസ്സിലാണ്? 25-ാമത്തെ വയസ്സ്. 25-ാമത്തെ വയസ്സിൽ നല്ല ചോരത്തിളപ്പോടുകൂടി ഓടാവുന്ന പ്രായത്തിൽ പറയുകയാണ്, ഈശോയുടെ അടുത്തേക്ക് ഞാൻ ഇന്ന് മരിച്ചാൽ ഞാൻ സ്വർഗത്തിലേക്കാ പോകുന്നത്, അതുകൊണ്ട് നിങ്ങൾ ദുഃഖിക്കണ്ട. വളരെ വളരെ സഹനങ്ങളുടെ കാലഘട്ടത്തിൽ കടന്നു പോവുക. അത് അനുഭവം ഉണ്ടായി. അന്ന് മരിച്ചടക്കുന്ന ഒരുപാട് വൈദികർ, സിസ്റ്റേഴ്സ്, 2 പിതാക്കന്മാര് ആ ശവസംസ്കാരം. അപ്പൊ ചിലരെങ്കിലുമൊക്കെ ഒരു സംശയത്തിന്റെ ഒരു മുന ഇങ്ങോട്ട് നീണ്ടുവരാനുള്ള സാധ്യതയുണ്ടല്ലോ. അതായത് താങ്കൾ കർത്താവിനെ അറിഞ്ഞു, സുവിശേഷം പറയാൻ തുടങ്ങി, എന്നിട്ട് എന്തുകൊണ്ട് നിന്റെ മകനെ രക്ഷിച്ചില്ല എന്നൊരു ചോദ്യം എവിടുന്നെങ്കിലും വന്നായിരുന്നു. ചോദ്യം എന്റെ ഉള്ളിലും തോന്നി, പലരും ചോദിക്കുകയും ചെയ്തു. അത് ശരി, ദൈവമല്ലേ എന്റെ മകനെ നൽകിയ ദൈവമല്ലേ? ദൈവത്തിന്റെ അവകാശം, അവന്റെ ആത്മാവിനെ എടുക്കാനുള്ള അവകാശം ദൈവത്തിന്റെ നല്ല ബോധ്യം കിട്ടി. ആ മകനോട് പറഞ്ഞത് തന്നെയാണ്, ഈ ജീവൻ തന്ന ദൈവം, ജീവന്റെ അവകാശം ദൈവത്തിന് എപ്പോഴും എടുക്കാൻ അവകാശമുണ്ട്. ആ ഒരു ബോധ്യമായി ഇന്ന് എനിക്കുള്ളത്. ഇന്ന് എൻ്റെ ജീവിതത്തിൽ ഇപ്പോഴും മരണം വന്നാൽ ഞാൻ എന്നെ സ്വാഗതം ചെയ്യും. കാരണം എൻ്റെ ദൈവത്തിൻ്റെ അടുത്തേക്ക് പോകും, ഞാൻ എന്തിനെ വേദനിക്കണം? ഈ മകൻ മരിച്ചതിന്റെ ആ ദുഃഖത്തെയൊക്കെ നമുക്ക് ഈ പ്രത്യാശയോടുകൂടെ അതിജീവിക്കാൻ സാധിച്ചു. എൻ്റെ കുടുംബത്തിന് സാധിച്ചു. ആ മരിച്ച അടക്ക് കഴിഞ്ഞ് അന്ന് രാത്രിയിൽ ഞങ്ങൾ കുടുംബാംഗങ്ങളെല്ലാം കൂടി ഒരു കൊന്തയിൽ പ്രാർത്ഥന കഴിഞ്ഞു. എൻ്റെ മകള് ബൈബിൾ വായിക്കാൻ എടുത്തു. എൻ്റെ മകളുടെ പേര് ടീന എന്നാ, മരിച്ചുപോയ മകൻ്റെ പേര് സോണി എന്നാ. ഞാൻ മോളോട്, മോളെ പ്രാർത്ഥിക്കട്ടെ, ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചോയെ, എൻ്റെ മകൻ്റെ അവസ്ഥ ഇപ്പോൾ എന്താ? വചനമാണല്ലോ യേശുവാണല്ലോ വചനം, ദൈവമാണിത് ബൈബിൾ. ഈ ബൈബിൾ പ്രാർത്ഥിച്ച് ഞങ്ങൾ ബൈബിൾ തുറക്കുമ്പോൾ ഞങ്ങളുടെ കണ്ണീരൊപ്പുന്ന വചനം ലഭിക്കണമേ എന്ന് പറഞ്ഞ് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ച് ഒരു പാട്ടും പാടി വചനം എടുത്തു. എൻ്റെ മകൾക്ക് കിട്ടിയ വചനം ശൂന്യമായ കല്ലറയാന്ന്. അപ്പോൾ എൻ്റെ ഭാര്യ പെട്ടെന്ന് ബൈബിൾ പഠിച്ചു. ഈശോ നീ എന്നോടൊന്ന് പറയും ഈശോ എന്ന് പറഞ്ഞ് എൻ്റെ ഭാര്യ പ്രാർത്ഥിച്ചു. അവൾക്ക് അതിനെ കിട്ടി ശൂന്യമായ കല്ലറ. ഞങ്ങൾ നന്ദി പറഞ്ഞ് അത്താഴം കഴിക്കാൻ പോകും. അവിടെ ഇല്ല, അവൻ എത്തേണ്ടോടത്ത് എത്തി. അവിടെ ഇരുന്നിട്ട് ഞാൻ ഭക്ഷണം കഴിച്ച് ഞാൻ പെട്ടെന്ന് ഞാനും എൻ്റെ ഈശോയുടെ അടുത്ത് വന്ന് ഞാൻ ബൈബിൾ ഈശോ നീ എന്നോട് പറഞ്ഞില്ലല്ലോ, ഈശോയെ നീ എന്നോട് സംസാരിക്കണമേ, വചനത്തിലൂടെ സംസാരിക്കണമേ, എൻ്റെ കണ്ണീരൊപ്പണമേ എന്ന് പറഞ്ഞ് ഞാനും പ്രാർത്ഥിച്ച് കണ്ണടച്ച് ബൈബിൾ തുറന്നു. ഇനി കേട്ടിയ വചനം യേശുവിൻ്റെ പുനരുദ്ധാനം. ഒരേ രീതിയിൽ. അതിനുശേഷം ഇന്ന് വരെ എൻ്റെ മകനെ ഓർത്ത് ഞാൻ കരഞ്ഞിട്ടില്ല. ഞാൻ ഇന്ന് അഭിമാനിക്കുന്നു, സന്തോഷിക്കുന്നു. ഞാൻ എൻ്റെ കാര്യം ഓർത്തില്ല, എനിക്ക് കർത്താവിൻ്റെ കയ്യിലെത്തി. എൻ്റെ അവസ്ഥ എന്താ എനിക്കറിയില്ല. പൗലോസ് പറയുന്നില്ലേ, ഈശോ എന്നെ സ്വന്തമാക്കിയെങ്കിലും ഞാൻ യേശുവിനെ സ്വന്തമാക്കിയെന്ന് എനിക്കറിയത്തില്ല.
ഈശോനെ സ്വന്തമാക്കി, ഞാൻ യേശുവിനെ സ്വന്തമാക്കിയിട്ടില്ല. ആ ഒരു തിരിച്ചറിവോടെ ഞാൻ ഇന്ന് ഈശോയെ സ്വന്തമാക്കാൻ ഓടുക. അപ്പൊ ഈ മകന്റെ മരണം ഒരു വലിയ വേദന മാനുഷികമായിട്ടുണ്ട്, ദുഃഖമൊക്കെ ഉണ്ട്. ഇതുപോലെ തന്നെ മറ്റനേകം വേദനാജനകമായ അനുഭവങ്ങളിലൂടെയൊക്കെ കടന്നു പോയിട്ടുള്ളത് ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ ഒന്ന് പങ്കുവെക്കുകയാണെങ്കിൽ, ഇന്നും ഇതുപോലെ ഒരുപാട് പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്ന അനേകരെ ബലപ്പെടുത്താനായിട്ട് അത് കാരണമായിട്ട്. ഞാൻ ഒരിക്കലും ഓർക്കുകയാണ്, തിരുവല്ലയിൽ മലങ്കര പള്ളിയിൽ ധ്യാനം നടത്തുകയാണ്. അവിടെ ധ്യാനത്തിൽ കൂടിക്കൊണ്ടൊരു അമ്മച്ചിയുടെ ഭർത്താവ് കൊണ്ട് രാത്രി എന്നെ കാണാൻ വന്നു. അവർക്ക് ഏക മകൻ കർണാടകത്തിൽ കോളേജിൽ പഠിക്കുക. അവർ 5 പേര്, നല്ല പ്രാർത്ഥിക്കുന്ന പയ്യൻ, ബലിയർപ്പണത്തിൽ പങ്കെടുക്കുന്ന പയ്യൻ, എല്ലാ ദിവസവും ബലിയർപ്പിച്ച് കഴിഞ്ഞ് കോളേജിൽ പോകുന്നു. ആ ചെറുപ്പക്കാരൻ 5 പേരോട് കൂടി, അവർ 10-20 പേര് ടൂറിന് പോവുകയാണ് കർണാടകത്തിൽ. 5 വിജാതീയ സഹോദരങ്ങളോടൊപ്പം 6-ാമനായിട്ട് ഇവർ ഒരു കുളത്തിൽ കുളിക്കാൻ ഇറങ്ങി. പക്ഷേ അവൻ മാത്രം കുളത്തിൽ മുങ്ങി മരിച്ചു. മറ്റേ 5 പേര് രക്ഷപ്പെട്ടു. അപ്പോൾ ഇവർ വിശ്വാസികളായി ഇവർ പറയാ, ഞങ്ങൾ യേശുവിൽ വിശ്വസിച്ചിട്ട് എൻ്റെ മകൻ മരിച്ചല്ലോ, മറ്റുള്ളവർ രക്ഷപ്പെട്ടല്ലോ എന്ന് പറഞ്ഞ് ഇവർ ഈ ഭാഗ്യമാനരായ ഈ പിതാവും ഭാര്യയും കൂടെ കരഞ്ഞുകൊണ്ട് അടുത്ത് വരിക. ഞാൻ എൻ്റെ ഈ സംഭവവും ചരിത്രവും മുഴുവൻ പറഞ്ഞു. സഹോദരാ, നിങ്ങളുടെ കാര്യം ഓർക്ക്, ഇക്കാലത്ത് ഒരു യുവാവ് വളർന്ന് സ്വർഗത്തിലെത്താൻ വിശുദ്ധനാകാൻ വളരെ വിഷമം പിടിച്ച കാലഘട്ടമാണ്. ആ 21 വയസ്സിൽ അവനെന്താ ബലിയർപ്പിച്ച് പോയി പുഴയിൽ മുങ്ങി മരിക്കേണ്ടി വന്നിരിക്കാം. അവൻ ഡയറക്റ്റ് ഫ്ലൈറ്റായിട്ട് സ്വർഗത്തിലേക്ക് എത്തും. ഒരു പക്ഷേ അവൻ മുന്നോട്ട് ജീവിച്ചെങ്കിൽ അവൻ പറഞ്ഞു, 6 അടി പൊക്കമുണ്ട്, സുന്ദരനാണ്, പ്രലോഭനത്തിന് ചാൻസ് കൂടുതലാണ്. സാത്താൻ ഇന്ന് ആരെ വിഴുകൊണ്ടെന്ന് നോക്കി ഓടി നടക്കുകയാണ്. ആ മകൻ സ്വർഗത്തിനുണ്ടെന്ന് വിശ്വസിക്കുക, അവൻ രക്ഷപ്പെട്ടെന്ന് വിശ്വസിക്കുക. ഞാൻ അവരെ പറഞ്ഞ് ആശ്വസിപ്പിച്ചു. അവർക്ക് വലിയ ആശ്വാസമായി. എൻ്റെ മകൻ മരിച്ച ആ സംഭവമായിട്ട് വളരെ ബന്ധപ്പെട്ട ആ സംഭവം പറഞ്ഞ ആ മനുഷ്യന്, ആ കുടുംബം അതിനെ ഓർത്ത് അഭിമാനിക്കാൻ തുടങ്ങി, സന്തോഷിക്കാൻ തുടങ്ങി. ദൈവത്തിന്റെ പദ്ധതിയാണെന്ന് ബോധ്യപ്പെട്ട് നന്ദി പറയാൻ തുടങ്ങി. അതായത് പൗലോസ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതിയപ്പോൾ, 2ാമത്തെ ലേഖനം എഴുതുമ്പോൾ തുടക്കത്തിലെ ഇങ്ങനെ പറയുന്നുണ്ട്, ഓരോ തരത്തിലുള്ള വേദകൾ അനുഭവിക്കുന്നവരെ സമാശ്വസിപ്പിക്കേണ്ടതിന് അതേ വേദകൾ നമ്മുടെ ജീവിത പ്രയാസങ്ങളും നമ്മളും ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ എൻ്റെ ജീവിതത്തിലുള്ള മറ്റൊരു ദുരനുഭവമാണ്, എൻ്റെ സാമ്പത്തിക മേഖല വളരെ തകർന്നു. വാഹനങ്ങളില്ലാതായി. അവസാനം ഞാൻ വാങ്ങുന്നത് 96-ാം എൻ്റെ ഓർമ്മ ഒരു പഴയ അംബാസഡർ കാറാണ്. ശരി. അതുവരെ വലിയ വില കൂടിയ കാറ്. അതിനു മുമ്പേ അത് കേരളത്തിൽ ഏത് പുതിയ വണ്ടി ഇന്ത്യ വന്ന് അത് ഞാൻ വാങ്ങിയിരിക്കും. അങ്ങനെയായിരുന്ന ഞാൻ ഈ പഴയൊരു അംബാസഡർ മേടിച്ചപ്പോഴത്തെ ഗ്യാസ് കയറ്റി, ഗ്യാസ് കണക്ഷൻ്റെ പെട്രോളിന് അധികം വില കൂടുമല്ലോ, ഇത് കയറ്റി ഈ വണ്ടി ഉപയോഗിച്ച് ഞാൻ യാത്ര. എൻ്റെ മക്കൾ വരെ എൻ്റെ വണ്ടിയിൽ കയറിയല്ല, നിന്ന് പോകും. ഒരു ദിവസം ഞാൻ കാഞ്ഞങ്ങാട്, എൻ്റെ വീട് തൊഴുകയാണ്, തൊഴിലേക്ക് മക്കളെ കാറാക്കാന്ന് അവർ കയറിയല്ല, ഞങ്ങൾ ട്രെയിനെ വന്നേക്കാന്ന് അവർ പറഞ്ഞു. കാരണം എൻ്റെ ജ്യേഷ്ഠ സഹോദരങ്ങളൊക്കെ എല്ലാം ബെൻസ് കാറുണ്ട്, അവരുടെ ഇടയിൽ എൻ്റെ ഈ കാറ് പോയി തള്ളാൻ അവർക്ക് നാണക്കേടാ. സ്റ്റാർട്ട് ചെയ്യായില്ലെങ്കിലും അവർ ഞങ്ങൾ പുറകെ വന്നോളാം, അപ്പോൾ പൊക്കോളാം പറഞ്ഞു. ഞാൻ പറഞ്ഞു പറയപ്പെട്ടവർ, ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സഹനങ്ങളിലൂടെ കടന്നുപോയി. പക്ഷെ അതിനൊക്കെ അപ്പുറത്ത് ശരിക്കും ഇങ്ങനെ ഒരു എന്താ പറയുക, എനിക്കൊരു ഭക്ഷണം കഴിക്കാൻ പോലും പ്രയാസപ്പെടുന്ന, നല്ല ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത അവസ്ഥ. നല്ല ഒരു കാലത്ത് അടിച്ചുപൊളിച്ച് ജീവിച്ച് ഞാൻ യേശുവിനെ പ്രതി വളരെ സഹനത്തിലൂടെ വലിയ നല്ല രീതിയിലുള്ള ഭക്ഷണം കഴിക്കാൻ പറ്റാതെ എനിക്ക് ഉള്ളിൽ വിഷമം ഉണ്ടായിട്ടില്ല. എൻ്റെ കാറെല്ലാം വിറ്റിട്ടും വിഷമം ഉണ്ടായിട്ടില്ല. എൻ്റെ ആർഭാട ജീവിതം പോയിട്ട് എനിക്ക് സങ്കടമായിട്ട് സന്തോഷമുള്ളൂ. എനിക്ക് എപ്പോഴും സന്തോഷം. അവിടെയാണ് സഹോദരങ്ങളെ, അവിടെ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നേട്ടമായിരുന്നതൊക്കെ നഷ്ടമായപ്പോഴും അല്ലെങ്കിൽ നഷ്ടമാക്കിയപ്പോഴും ഉള്ളിൽ സന്തോഷത്തിന് യാതൊരു കുറവുമില്ല, അല്ലേ? ഞാൻ ഓർക്കുക, ആ മദ്യവ്യവസായി ആയിരുന്ന കാലഘട്ടത്തില് രാത്രിയില് ഒരു സ്മോളൊക്കെ അടിക്കാൻ എനിക്ക് ഉറക്കം വരില്ല. അന്ന് ഇന്ന് കിടക്കണ താമസം നല്ലൊരു ഉറക്കം കിട്ടും. രാവിലെ 4 മണിക്ക് ഈശോയെ വിളിച്ചേപ്പിക്കുന്നത്, പിന്നെ പ്രാർത്ഥിക്കാൻ സാധിക്കും. വലിയൊരു സമാധാനം കുടുംബത്തില്, വലിയൊരു സന്തോഷം കുടുംബത്തില്, പരിശുദ്ധമാവിൻ്റെ ഒരു പ്രവർത്തനം കുടുംബത്തിലുണ്ടായി. പിന്നെ എനിക്കുണ്ടായ എപ്പോഴെങ്കിലും ഒരു കാര്യം ചോദിക്കട്ടെ, ഈ അടുത്ത ഈ തീരുമാനം തെറ്റായിപ്പോയി, പഴയ ബാർ മുതലാളിയായിട്ട് ജീവിക്കുന്നതായിരുന്നു നല്ലത്, അങ്ങനെ ഒരു ചിന്തയൊക്കെ എപ്പോഴെങ്കിലും കിടന്നു? അങ്ങനെ ഒരു ചിന്ത ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, ഈ 5 വർഷം നടത്താനെ ഓർത്ത് ഞാൻ ഇന്നും ദുഃഖിക്കുന്ന കൂട്ടത്തില്ല. 5 വർഷം ഞാൻ ഈ പാപം ചെയ്യേണ്ടി വന്നല്ലോ. അതിന് പ്രകാരം എത്രയോ പേര് കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ മദ്യം കഴിച്ച് എത്ര കുടുംബം നശിച്ച് കാണും, എത്ര അപകടങ്ങളുണ്ടായി കാണും, എന്തെല്ലാം പാപപ്രവർത്തികളുണ്ടായി കാണും. അതിനെ ഓർത്ത് ഞാൻ ഇന്ന് ഈശോയുടെ മാപ്പ് ചോദിച്ചു. ഇന്നും എൻ്റെ ബലിയിലെ ഒരു പ്രാർത്ഥന, കർത്താവേ, എൻ്റെ കഴിഞ്ഞാൽ ജീവിതത്തിൽ ഞാൻ മൂലം വേദനിച്ചവരെല്ലാം ആശ്വസിപ്പിക്കണം ഞാൻ പ്രാർത്ഥിക്കാം. മറ്റൊരു സഹനം എനിക്ക് പറയാനുള്ളത് എൻ്റെ മകളുടെ വിവാഹ സമയത്താണ്. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ മൂത്തമൻ സോണി മരിച്ചുപോയി. എൻ്റെ 2ാമത്തെ മകൾ ടീന. അവളുടെ വിവാഹ സമയത്ത് സാമ്പത്തികമായ പരിമിതിയിൽ നിൽക്കുമ്പോൾ എൻ്റെ സുഹൃത്തുക്കളായ ആൾക്കാരാണ്, ബന്ധുക്കളും കുറച്ച് ചിലരെങ്കിലും ആക്ഷേപിച്ചു, എടാ നീ ആ ബാറൊക്കെ നടത്തി കൂടുതലുണ്ടായിരുന്നെങ്കിൽ നിൻ്റെ മകളെ ഇപ്പം നല്ലൊരു സ്ഥലത്തേക്ക് കെട്ടിക്കാമായിരുന്നു. അപ്പോൾ എൻ്റെ മകള് ബിടെക് എടുത്തതിന് ശേഷം, ബിടെക് ഡിഗ്രി എടുത്തു, കാണാൻ ആവറേജ് ഭംഗിയാണുള്ളത്,
അവൾക്കൊരു പ്രത്യേകതയുണ്ട്, 5 അടി 10 ഇഞ്ച് പൊക്കമുണ്ട്. ഇത്രയും പൊക്കമുള്ള ഈ പെൺകുട്ടി എങ്ങനെ കെട്ടിക്കുമെന്ന് പറഞ്ഞാണ് ഇവരെന്നെ കളിയാക്കുന്നത്. പക്ഷേ എൻ്റെ മകള് വിശുദ്ധി ജീവിച്ചൊരു മകളാണ്. അവൾ ചെറുപ്പത്തിലെ വചനം കേട്ട് ധ്യാനിച്ചും പ്രാർത്ഥിച്ചും വിശുദ്ധി ജീവിക്കുന്ന മകളാണ്. അവളുടെ കാര്യം കർത്താവ് നോക്കുമെന്ന് എനിക്കറിയാം. ബൈബിളിൽ വചനമുണ്ട്, വിശുദ്ധ മത്തായി 6:33, ആദ്യമായി ദൈവരാജ്യത്തോടത്തെ നീതി അന്വേഷിപ്പിൻ ബാക്കിയെല്ലാം കൂട്ടിച്ചേർത്ത്. നിനക്കൊരു 3-4 കോടി കൊടുത്താൽ എനിക്ക് നല്ല പെണ്ണിനെ കിട്ടിയെന്ന്, ചെറുക്കനെ കിട്ടിയെന്നൊക്കെ പറഞ്ഞു ആക്ഷേപിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, ഇത് എൻ്റെ മോളല്ല, ദൈവത്തിൻ്റെ മോളാണ്. ദൈവത്തിൻ്റെ മോളെ ദൈവം കെട്ടി, ദൈവത്തിൻ്റെ മോളെ ദൈവം കെട്ടിക്കും, ഞാനല്ലേ കെട്ടിക്കേണ്ടത്. പ്രിയപ്പെട്ട ഒരു അത്ഭുതം എന്ന് പറയട്ടെ, ഈ മകളെ ഒരു ചെറുക്കനെ കാണാൻ വന്നു. ആ മകന്റെ പേര് എൻ്റെ മരിച്ചുപോയ മകൻ്റെ അതേ പേര് സോണി. 6 അടി പൊക്കം. അവന് വേണ്ടത് 5 അടി 10 ഇഞ്ച് പൊക്കമുള്ള പെണ്ണിനെ, വീട്ടൊക്കെ ഡിഗ്രി ഉള്ള പെണ്ണിനെ, വലിയ സാമ്പത്തികം വേണ്ടാത്ത പെണ്ണിനെ. ഇതാ ദൈവം അവനിലൂടെ അവൻ പറഞ്ഞ കാര്യമല്ലേ എൻ്റെ മകൾ ഉണ്ടായിരുന്നു. മുന്നമേ കൂട്ടി വിവാഹം കഴിഞ്ഞു. രണ്ടുപേരും ബിടെക്കാരാണ്, എഞ്ചിനീയേഴ്സാണ്. 5 മക്കളുമായിട്ട് വാഴക്കുളത്ത് സ്വസ്ഥമായിട്ട് ദൈവത്തെ ആരാധിച്ചു. 5 മക്കളുമായിട്ട് ആദ്യമായി അവിടുത്തെ രാജ്യം നീതി മനുഷ്യപ്പിൻ. ബൈബിളിലെ വചനമല്ലേ എൻ്റെ ജീവിതത്തിൽ തന്നെ ഉറപ്പായി. സ്വർഗത്തെ പ്രതി, നിത്യജീവനെ പ്രതി ആ പാപ വരുമാനം വേണ്ടെന്ന് വെച്ചുകൊണ്ട് അവിടുത്തെ സുവിശേഷം എത്തിക്കൊണ്ട് കേരളത്തിലും ഇന്ത്യയിലും ലോകത്തെമ്പാടും പല രാജ്യങ്ങളിലും ഒരുപക്ഷെ ബാറ് നടത്തി അതിൻ്റെ ആ വലിയ വരുമാനം ഉണ്ടായിരുന്നെങ്കിൽ ഇത്ര സൗഭാഗ്യകരമായ ഒരു ജീവിതം ഒരിക്കലും ഒരുപക്ഷെ കിട്ടുമെന്ന്. ഞാൻ എൻ്റെ അനുഭവത്തിൽ എൻ്റെ സുഹൃത്തുക്കളായ പല മദ്യവ്യവസായികളുണ്ട്. അവരുടെ ജീവിതം എനിക്കറിയാമല്ലോ, നേരിട്ട് കണ്ടു, ഇന്നും കണ്ടുകൊണ്ടിരിക്കുക. അവരുടെ നിന്ന് പിന്തിരിപ്പിക്കാൻ ഞാൻ വേണ്ടി വളരെ ശ്രമിക്കുന്നു. അതായത് പല കുടുംബങ്ങളിലും സമാധാനമില്ല, കാരണം സ്വസ്ഥതയില്ല. നമ്മൾ ചെയ്യുന്ന ആ മദ്യം ഒഴിച്ചു കൊടുക്കുമ്പോൾ എത്ര കുടുംബം തകരുന്നത്. ആ തകർച്ച അതുപോലെ പ്രതിഫലിക്കുന്ന ദൈവത്തിന് ശിക്ഷ പോലെ തോന്നിപ്പോവുക. ഒരുപാട് കുടുംബങ്ങൾ കണ്ണീരില്ല. അത് കൈക്കൂലി ആയാലും മദ്യവ്യവസായമായാലും ബ്ലേഡ് കമ്പനി ആയാലും ഇതുപോലെ അനാമത്ത് പണം ഉണ്ടാക്കുന്ന ഏതെങ്കിലും വ്യക്തി സന്തോഷം ജീവിക്കുന്നുണ്ടോ? ഇല്ല. വാസ്തവത്തിൽ നമ്മുടെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന അനേക ലക്ഷക്കണക്കിന് മനുഷ്യരിൽ വിശ്വാസമുള്ളവരും ഇല്ലാത്തവരും കർത്താവിനോടുള്ള ബന്ധത്തിൽ ജീവിക്കുന്നവരും അല്ലാത്തവരും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഔസേപ്പച്ചൻ പുതുമനയുടെ ഈ ജീവിത അനുഭവങ്ങൾ നമ്മുടെ അനേകരുടെ കണ്ണു തുറപ്പിക്കേണ്ടതാണ്. പണം നമുക്കൊരിക്കലും സമാധാനമോ യഥാർത്ഥമായ സന്തോഷമോ തരത്തില്ല എന്നുള്ളത്, മറിച്ച് പണമല്ല വലുത്. പണമില്ലെങ്കിലും കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ എല്ലാ ആവശ്യങ്ങളും തക്ക സമയത്ത് ഒരു കുറവും കൂടാതെ ദൈവം നടത്തി തരുമെന്നുള്ളതിന് ഇതിനേക്കാൾ വലിയ ഒരു തെളിവ് വേറെ എന്താ വേണ്ട? ആ ധൂർത്തപുത്രൻ്റെ അനുഭവം, ബൈബിളിലെ ആ ഒരു സംഭവം എൻ്റെ ജീവിതത്തിൽ അത് അന്വർത്ഥമായി. ആ ധൂർത്തപുത്രൻ അപ്പനും അമ്മയും മൂത്ത സഹോദരനോടും പിണങ്ങി ആ വീതം മേടിച്ച് തമ്മിൽ തല്ലി വഴക്കുണ്ടാക്കി അവൻ ദൂരദേശത്ത് പോയി പാപം ചെയ്ത് ജീവിച്ചു. മാതാപിതാക്കളെയും സഹോദരങ്ങളെയും വേദനിപ്പിച്ച് പാപത്തിൽ പോയപ്പോൾ അവൻ ദൈവത്തെ, സ്വർഗത്തെ വേദനിപ്പിച്ചു. ഈ തിരിച്ചറിവ് നമുക്കില്ല. ഞാനും ആ തിരിച്ചറിവിലേക്ക് വരാൻ ദൈവം എന്നെ സഹായിച്ചു. ഞാനും എൻ്റെ അമ്മയുടെ പ്രാർത്ഥന കേട്ടു. ഞാൻ പന്നി മേയ്ക്കാൻ പോയതാന്ന് പറഞ്ഞ അമ്മ അമ്മയുടെ പ്രാർത്ഥന കേട്ട് ഞാനും മാനസാന്തരപ്പെട്ട് സ്വർഗത്തോട് മാപ്പ് ചോദിച്ചപ്പോൾ, സ്വർഗത്തോട് രമ്യതപ്പെട്ടപ്പോൾ എൻ്റെ ജീവിതത്തിൽ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായി. ഈ ലോകത്തിന് അംഗീകാരം പോയി, വലിയ ബഹുമാനം പോയി. പക്ഷെ ദൈവം കരുതുന്ന വഴി നടത്തുന്ന അനുഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായി. ദൈവം മാനിച്ചു. ഒരു വശത്തൂടെ ഈശോയെ പ്രതി ഒരു നിലപാടെടുത്തപ്പോൾ ദൈവം പലതും ഉപേക്ഷിക്കേണ്ടി വന്നപ്പോൾ ഒത്തിരി ഞെരുക്കങ്ങളും കഷ്ടങ്ങളും വന്നെങ്കിലും മറുവശത്ത് ദൈവം ഒരുപാട് മാനിച്ചു ഉയർത്തി. അനേക രാജ്യങ്ങളിൽ കർത്താവ് കൊണ്ടുപോയി, അനേകരുടെ മുമ്പിൽ നിർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തി. അതിലൂടെ നിരവധി മാനസാന്തരങ്ങൾ കാണാൻ സാധിച്ചു. ഒരു കാര്യം ചോദിക്കട്ടെ, ഈ സുവിശേഷ വേലയിലേക്ക് കടന്നു വന്നു കഴിഞ്ഞപ്പോഴേ സാധാരണ ഇപ്പോൾ പൊതുവില് ഈ അൽമായ സുവിശേഷ വേലക്കാരെ അവര് ഒരു വിലയില്ലാത്തവര്, ഔദ്യോഗികമായ അംഗീകാരമില്ലാത്തവര്, അങ്ങനെയൊക്കെയാ പൊതുസമൂഹം. അതെ, ഒരു പരിധിവരെ നേതൃത്വം പോലും അങ്ങനെയാവുന്ന അൽമായ സഹോദരങ്ങളെ ആയിരുന്നു. എനിക്ക് അനുഭവമുണ്ട്. അപ്പോൾ ഈ ഇങ്ങനെയൊക്കെയുള്ള തിക്താനുഭവങ്ങള് പലരും നമ്മളെ പരിഹസിക്കുകയും മാറ്റി നിർത്തുകയും ഒക്കെ ചെയ്യുന്ന ധാരാളം അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഈ ബാറടച്ചതിൻ്റെ പേരിൽ എനിക്കുണ്ടായ സാമ്പത്തിക നഷ്ടം, ഈ ഭൗതിക നഷ്ടം, സ്ഥാനമാനങ്ങളൊക്കെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത. പക്ഷെ ഞാൻ ആദ്യകാലങ്ങളിൽ 92 മുതൽ ഞാൻ സുവിശേഷ വേല തുടങ്ങി. ആദ്യം സാക്ഷ്യമായിട്ടാണ് ഞാൻ പറഞ്ഞിരുന്നത്. ഓരോ പള്ളികളിൽ പല ധ്യാനകേന്ദ്രം സാക്ഷ്യം പറയാൻ പോകും. അന്ന് എന്നെ ഒരു ഭാഗം കാണുന്ന എന്നെ സാക്ഷ്യത്തൊഴിലാളി എന്ന് വിളിച്ചു. അങ്ങനെ സാക്ഷ്യത്തൊഴിലാളി.
ചില അവർ 100 രൂപ ടി ഐക്ക് വേണ്ടിയാണ് ഞാൻ വരുന്നത്. എലിയെ കൊല്ലാൻ വേണ്ടി ആരും ഇല്ലം ചുടിയല്ല. ഞാൻ എൻ്റെ യേശുവിന് വേണ്ടി എൻ്റെ കോടാനുകോടിയുടെ വരുമാനം വേണ്ടെന്ന്, ഈ ലോകത്തിന് അംഗീകാരം വേണ്ടെന്ന് വെച്ച്, ദൈവമേ ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയുന്നില്ല, ക്ഷമിക്കണമെന്നല്ല. എനിക്ക് അതിന് അഭിപ്രായ വ്യത്യാസമില്ല. അവരങ്ങനെ പറയും, പറഞ്ഞില്ലേ അത്ഭുതമുള്ളൂ. യേശുവിൻ്റെ കാലത്ത് യേശുവിനെ എന്തെല്ലാം വിളിച്ചവർ, യേശുവിനെ എന്തെല്ലാം പറഞ്ഞ് പരിഹസിച്ചവർ ഇന്ന് ലോകത്തുണ്ട്. ഇത് ലോകത്തിന്റെ ഗതിയാണ്, നമ്മൾ അതിനോട്ട് പരിഭവിക്കേണ്ട. ഈശോയെ അറിയാത്ത കാലത്ത് ഞാനും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഈ ധ്യാനം എന്തിനാ, ഈ പ്രാർത്ഥന എന്തിനാ, പള്ളിയിൽ നിന്ന് പ്രാർത്ഥിച്ചാൽ പോരെ. പക്ഷേ യേശുവിനെ അറിയാത്തൊരു വ്യക്തി, യേശുവിനെ സ്നേഹം അറിയാത്ത വ്യക്തി സുവിശേഷം പ്രസംഗിക്കുന്നവരെ പരിഹസിക്കുക, താഴ്ത്തി കെട്ടുക എന്ന് ഉള്ളൊരു ആത്മാവരിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. നമ്മൾ അവർക്ക് പ്രാർത്ഥിക്കുക. അവർ ഇന്നല്ലെങ്കിൽ നാളെ. മാത്രമല്ല, സുവിശേഷം പ്രസംഗിക്കുക എന്നുള്ളത് ഒരു മനുഷ്യന് ജീവിതത്തിൽ ലഭിക്കാവുന്ന ഏറ്റവും ഉന്നതമായ ഒരു പദവിയാണെന്നുള്ള ഒരു വലിയ തിരിച്ചറിവ് കിട്ടിയിട്ടുണ്ടോ? പിന്നെ ബൈബിൾ പറയുന്നല്ലോ, 1 കൊരിന്ത്യർ 9:16, സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം, അതിലെനിക്ക് അഹങ്കരിക്കാൻ അവകാശമില്ല. റോമ 10:15, സുവിശേഷം പ്രസംഗിക്കുന്നവർ പാദങ്ങൾ എത്ര സുന്ദരം, സുന്ദരമല്ലായിരിക്കും. ഞാനതാ പറഞ്ഞത്. ഞാൻ എന്തുമാത്രം പൗഡർ ഇട്ടിട്ടും, എന്തുമാത്രം മേക്കപ്പ് ഇട്ടിട്ടും, എന്തുമാത്രം എക്സ്ട്രാ ഫിറ്റിങ്സ് ഉപയോഗിച്ചിട്ടും കിട്ടാത്ത സമാധാനം ഈശോയെ പ്രൊഫഷൻ എനിക്ക് ലഭിക്കുക. ഞാനൊരു ദേവാലയത്തിൽ ചിലപ്പോൾ 5 ദിവസത്തെ ധ്യാനത്തിന് പോകാറുണ്ട്. ഡിമയില്, അട്ടപ്പാടിയില്, ബഹുമാനപ്പെട്ട സിവർക്കാൻ പട്ടാച്ചോടൊപ്പം കൺവെൻഷൻ പ്രസംഗിക്കാൻ പോകുന്നുണ്ട്. സുവിശേഷ വേലയോടുള്ള ബന്ധത്തിൽ എവിടേക്കായിരുന്നു കഴിഞ്ഞ 30 വർഷക്കാലങ്ങളിൽ ഏറ്റവും കൂടുതൽ ഞാൻ സുവിശേഷ വേല ഡിമൈൻ ധ്യാനത്തിലാണ്. എത്ര വർഷം? അവിടെ 93 തൊട്ട് 2003 വരെ 10 വർഷത്തോളം ഉണ്ടായിരുന്നു. പിന്നെ മഞ്ഞാക്കലച്ചൻ്റെ കൂടെ ആദ്യം 91 തൊട്ട് 93 വരെ മഞ്ഞാക്കലച്ചൻ്റെ കൂടെ പല കൺവെൻഷനുകൾ ബോംബെ, കേരളത്തിൻ്റെ പല തുമ്പോളി, അങ്ങനെ പല സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്. അതിനുശേഷം ബഹുമാനപ്പെട്ട സേവർക്കാൻ പട്ടായച്ചോടൊപ്പം പല 10-15 കൺവെൻഷനുകളിൽ കേരളത്തിൽ അങ്ങോളം പോയിട്ടുണ്ട്. അങ്ങനെ വിവിധ ധ്യാനഗുരുക്കന്മാരുടെ കൂട്ടത്തിൽ ന്യൂജേഴ്സിയിൽ, അമേരിക്കയിൽ പട്ടായച്ചോട കൺവെൻഷനിൽ പങ്കെടുത്തു. ബഹുമാനപ്പെട്ട നായിക്കാമറമ്പച്ചന്, വല്ലൂരനച്ചന് ഇവരുടെ കൂടെ പല കൺവെൻഷനിൽ കേരളത്തിൽ പങ്കെടുക്കാൻ സാധിച്ചു. പല സ്റ്റേറ്റിലെ, പല രാജ്യത്ത്, ദുബായിൽ, ഓസ്ട്രേലിയ, പല രാജ്യങ്ങളും സുവിശേഷം പ്രസംഗിച്ചു. പക്ഷേ ഞാൻ ഇതിനകത്ത് അഭിമാനിക്കുകയാണ്. ഈശോയുടെ സ്നേഹം, ഈശോയുടെ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ പങ്കുവെക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന മാനസാന്തരം കാണുമ്പോൾ എൻ്റെ കണ്ണ് നിറയുക. എത്രയോ പേരുടെ കണ്ണീരൊപ്പാൻ, എത്രയോ പേരുടെ മനസമാധാനം കൊടുക്കാൻ, ആത്മഹത്യ എന്ന് വരെ അവരെ പിന്തിരിപ്പിക്കാൻ ഒക്കെ ദൈവം ഈ പാവയെ. വാസ്തവത്തിൽ പണ്ട് അനേക കുടുംബങ്ങളുടെ കണ്ണുനീര് വീഴാൻ അത് താങ്കളുടെ ജീവിതം കാരണമായിരുന്നെങ്കിൽ ഇപ്പോൾ അനേകായിരങ്ങളുടെ കണ്ണുനീരൊപ്പാനായിട്ട് ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് മാത്രം. പണത്തിന്റെ മേഖലയിൽ കോടികളുടെ കിലുക്കം താങ്കളെ ഒട്ടും സ്വാധീനിച്ചിട്ടില്ല. അതുപോലെ മറ്റേതെങ്കിലും വിധത്തിലുള്ള പ്രലോഭനങ്ങൾ ഒരുപാടുണ്ടായിട്ടുണ്ട്. പ്രലോഭനങ്ങൾ ഭയങ്കരമായിട്ട് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ആ പ്രലോഭനങ്ങൾ ഉണ്ടായാലും ഒരു പ്രലോഭനം, ഞാൻ ആദ്യകാലത്തുള്ള പ്രലോഭനം ഞാൻ പറയാം. ഞാൻ ബാർ അടച്ച് ഒരു 2.5 മാസം കഴിഞ്ഞപ്പോൾ അന്ന് കാസർഗോഡ് ടൗണിലെ എക്സൈസ് കോൺട്രാക്ട് നടക്കുന്ന ദിവസമാണ്. അന്ന് എൻ്റെ പഴയ അബ്കാരി പാർട്ണേഴ്സ് എൻ്റെ ഭാര്യ ഇതൊന്ന് പറഞ്ഞു, ഔസപ്പച്ചൻ ബ്രദറെ, ഔസപ്പൻ ചേട്ടാ, ഈ പ്രാവശ്യം കൂടെ ലേലം വിളിക്കാൻ പറഞ്ഞു. കാരണം അവർക്ക് ചാരാ ഷാപ്പ് നടത്തി പരിചയമില്ല, അവർക്ക് ബാർ നടത്തി പരിചയമില്ല. ഈ വർഷം കൂടെ പറഞ്ഞു. ഞാൻ പറഞ്ഞാൽ വരില്ല. അവർ വീണ്ടും നിർബന്ധിക്കുക. അവസാനം അവർ 2 ഉപാധി പറയുക. ഞാൻ യേശുവിൽ വളർന്നിട്ടില്ല, ധ്യാനം കൂടിയിട്ട് ആകെ 3 മാസമേ ഉള്ളൂ, ശിശുദശയാണ് എന്ന് പറയുകയാണ്. അവരുടെ പേര് ലേലം വിളിക്കാം, ആരും അറിയില്ല, പണം മുഴുവൻ അവർ മുടക്കിക്കോളാം, പകുതി ലാഭം തരാം. ആ യൂദാസിന്റെ ആത്മാവ് എന്നിൽ വളർന്നു, ആരും അറിയില്ലല്ലോ. ഞാൻ അവരോട് ലേലം വിളിക്കാൻ പോയി. ലേലം വളരെ ഭംഗിയായിട്ട് ലേലം ഉറപ്പിച്ചു. വലിയ ലാഭം ലഭിക്കുമെന്ന് വിചാരിച്ച എൻ്റെ പാർട്ട്നേഴ്സ്, അന്നിട്ട് കാവേരി ബാർ ഓടുകയാണ്. മാർച്ച് 30 വരെ ബാർ നടത്തണം. ഫിനാൻഷ്യൽ ഇയർ അങ്ങനെയാണ്. മാർച്ച് 14 1990 മാർച്ച് 14 ഞാൻ എനിക്ക് മറക്കാൻ പറ്റാത്തൊരു ദിവസമാണ്. അന്ന് ആ സംഭവം ഉണ്ട്. ഈശോനെ തിരുത്തുന്ന ദൈവത്തിന്റെ സ്നേഹം ഞാൻ വീണ്ടും അറിയുകയാണ്. അന്ന് എൻ്റെ കാസർഗോഡ് ബാറിലേക്ക് പോയി 114 നമ്പർ ഓഫീസ് റൂം ഓപ്പൺ ചെയ്തു. അവരെനിക്കൊരു വലിയ ഒരു ഭക്ഷണം തരിക. അവരുടെ ചെലവിൽ എൻ്റെ ഹോട്ടലിലെ ഭക്ഷണം ഞങ്ങൾ 8-10 പേർക്ക് വീതം ഭക്ഷണം കഴിക്കുക. അവരെല്ലാം മദ്യപിക്കാൻ തുടങ്ങി. പക്ഷേ ഞാൻ മദ്യപാനം നിർത്തിയല്ലോ, അവർ മദ്യപിച്ചോട്ടെ. പക്ഷെ അവസാനം ഞാൻ വിശക്കാൻ തുടങ്ങി. ഒരു 1:30 മണി സമയമായപ്പോൾ ഞാനൊരു മത്സ്യം എടുത്ത് കടിക്കുക. ഈ മത്സ്യത്തിന്റെ മുള്ളിൻ്റെ നാവിലേക്ക് തറച്ചിറങ്ങി. 36 വയസ്സുവരെ എൻ്റെ ജീവിതത്തിൽ അങ്ങനെ അനുഭവം ഉണ്ടായിട്ടില്ല. എന്നിട്ട് ഞാൻ മനസ്സിലാക്കി, ദൈവത്തിൻ്റെ മുന്നിൽ മാപ്പ് ചോദിച്ച, ദൈവത്തിന് മുന്നിൽ പ്രതിജ്ഞ എടുത്ത, ദൈവത്തിൻ്റെ മുന്നിൽ കുമ്പസാരത്തിലേറ്റ് പറഞ്ഞ് ഇനിമേൽ മദ്യവ്യവസായം നടത്തില്ല എന്ന് പറഞ്ഞ ദൈവത്തെ വഞ്ചിച്ചപ്പോൾ അതേ നാവിൽ തന്നെ ദൈവത്തിൻ്റെ സ്നേഹശിക്ഷണം. ഈ മുള്ള് കൈ കൊണ്ടെടുക്കാൻ പറ്റുന്നില്ല, പല്ലുകൊണ്ട് തട്ടിക്കളയാൻ പറ്റുന്നില്ല. അവസാനം ഞാൻ കത്തി എടുത്ത് ഒടിച്ച് തുപ്പിക്കളഞ്ഞു. ശ്വാസം വിട്ടു. ദൈവത്തിൻ്റെ വലിയ സ്നേഹം വീണ്ടും അനുഭവിച്ചറിയാൻ എനിക്ക് സാധ്യമായി.
കേട്ടോ. സാത്താൻ പ്രലോഭിപ്പിക്കുന്ന ഒരവസ്ഥയിൽ ഞാനത് വീണുപോയെങ്കിലും എന്നെ സ്നേഹിക്കുന്ന ദൈവം ഒരു ശിക്ഷണം നൽകി എന്നെ അതിൽ നിന്ന് ഈ നാവ് കൊണ്ട് ഇനി ലേലം വിളിക്കേണ്ടതല്ല, അല്ല, ഈ നാവ് കൊണ്ട് ഈശോയെ ഇനി ലോകത്തിന്റെ വർത്തമാനങ്ങൾ പറയേണ്ടതല്ല, ഇതിന് സുവിശേഷം പറയേണ്ടതാണെന്നുള്ള നാവ് കൊണ്ട് ദൈവത്തെ വഞ്ചിച്ചപ്പോൾ അതേ നാവിൽ തന്നെ ദൈവത്തിന്റെ സ്നേഹ ശിക്ഷണം നൽകി എന്നെ സ്വന്തമാക്കിയ ദൈവം. ആ ദൈവം എന്നെ വീണ്ടും പരിപാലിച്ചു എന്ന് ഞാൻ പറയുന്നു. കാർ ആക്സിഡന്റ് ആയില്ല, എനിക്ക് കൈ ഒടിഞ്ഞില്ല, എനിക്ക് ആ നാവിൽ തന്നെ ശിക്ഷണം നൽകി എന്നെ തിരുത്തി ദൈവം. പിന്നീട് ആദ്യകാലങ്ങളിലെല്ലാം ഒത്തിരി ഈ ഫിനാൻഷ്യൽ ക്രൈസിസിലൂടെ കടന്നുപോയെങ്കിലും പിന്നീട് ഈ അവസ്ഥയിൽ നിന്നെല്ലാം വ്യത്യാസം വന്ന് നമുക്കൊരു ശ്വാസം വിട്ട് ജീവിക്കാവുന്ന ഒരു അവസ്ഥയിലേക്കൊക്കെ കടന്നു വരാൻ പറ്റിയിട്ടുണ്ട്. എനിക്ക് ആദ്യകാലത്തെ വിഷമം എല്ലാവരും 96-2000 വർഷമായപ്പോഴത്തെല്ലാം തീർന്നു. ഭംഗിയായിട്ട് സന്തോഷമായിട്ട് കൃഷി ആദായമായി, ബിസിനസ് ആവശ്യമായി, മക്കൾക്ക് സാമ്പത്തിക വരുമാനമായി ഭംഗിയായിട്ട് ജീവിച്ചു പോകുന്നു. എങ്കിലും ഞാൻ ആർഭാട ജീവിതമില്ല, ആർഭാട ജീവിതമില്ല. എനിക്ക് കിട്ടുന്ന സമ്പത്ത് ഇല്ലാത്തവരുമായിട്ട് പങ്കുവെച്ച് സുവിശേഷത്തിന് വേണ്ടി മാറ്റിവെച്ച് ഈശോയെ മഹത്വപ്പെടുത്തി ഇന്ന് ജീവിക്കുന്ന ഒറ്റ ഉദ്ദേശം. അങ്ങനെ പറ്റുന്നത്ര നന്മകളൊക്കെ ചെയ്യുക. ആ നാട്ടിൽ ഏത് നാട്ടിൽ ചെന്നാലും അവിടെ ശുശ്രൂഷിക്കുക. ഞാൻ വീണ്ടും കാണുന്ന ഒരു കാര്യമാണ്, സുവിശേഷ വിലയ്ക്ക് വേണ്ടി സമ്പത്ത് ഉപയോഗിക്കുന്ന ദൈവം എനിക്ക് വീണ്ടും വീണ്ടും പ്രചോദനം. ഈ കഴിഞ്ഞ മാസം തന്നെ ഞാൻ ഈശോയുടെ ഒരു കാര്യത്തിന് വേണ്ടി ചോദിച്ചു, ഒരു സുവിശേഷ വിലയ്ക്ക് വേണ്ടി പണം മാറ്റി വന്നപ്പോൾ ചോദിച്ചു. ഈശോ പറയാ, എന്നെ പ്രതിയോ സുവിശേഷത്തെ പ്രതിയോ നീ അപ്പനെയോ അമ്മയെയോ മക്കളെയോ സമ്പത്തോ വേണ്ടെന്ന് വെച്ചാൽ 100 ഇരട്ടി മടക്കി തരും, കൂടെ നിത്യജീവനും. ഇപ്പോൾ എന്താ അടുത്ത ഒരു ദർശനം? അതായത് ഇപ്പോൾ നമുക്ക് ഈ കൊറോണയൊക്കെ പിടിച്ച ഒരു കാലഘട്ടമാണ്. നമ്മുടെ ധ്യാനങ്ങളോ കൺവെൻഷനുകളോ ഒന്നും ഇന്ന് നടക്കുന്നില്ല. അപ്പോൾ അസഫ് ബ്രദറിന്റെ ഒരു മുൻപോട്ടുള്ള സുവിശേഷ വേലയിൽ എന്താ ഒരു ദർശനത്തിൽ? ഞാനിപ്പോൾ കാണുന്നത്, ഇപ്പോൾ ഈ കാലഘട്ടങ്ങളിൽ കഴിഞ്ഞ 4 മാസമായിട്ട് ലോക്ക്ഡൗൺ ആയിട്ട് നമ്മളെ ഭവനങ്ങളിലിരിക്കുക. പക്ഷെ നമ്മുടെ വീട്ടിലേക്ക് സുവിശേഷം എത്തിയത് ടെലിവിഷനിലൂടെയാണ്. ഷെക്കിന TV, ശാലോൻ TV, ഗുഡ്നസ് TV, പിന്നെ യൂട്യൂബിലൂടെ, വാട്സാപ്പിലൂടെ. ഞാൻ നിരന്തരമായിട്ട് ഓരോ ദിവസവും വാട്സാപ്പിലൂടെ ഒരു ദിവസം 100 പേർക്കെങ്കിലും പട്ടാലച്ചൻ്റെ, ഡൊമിനിക് അച്ഛൻ്റെ നല്ല പ്രസംഗങ്ങൾ അയക്കുന്നു, എൻ്റെ സന്ദേശം കൊടുക്കുന്നു. അതോടൊപ്പം തന്നെ ഷെക്കിന TVയിലെ നല്ല നല്ല ആശയങ്ങളെടുത്ത് പകർത്തുന്നു. ഇന്ന് ഈ കാലഘട്ടത്തിൽ സുവിശേഷം കൊടുക്കേണ്ടത് നമ്മുടെ കടമയാണ്. അതിനുള്ള മീഡിയ സുവിശേഷം അത് നടക്കുകയുള്ളൂ. അതുകൊണ്ട് ഈ സുവിശേഷ വേലയ്ക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക, അതിനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് ഓരോ വിശ്വാസത്തെയും കടമയായിട്ട് ഏറ്റെടുക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. നമ്മുടെ ഷെക്കിന ടെലിവിഷൻ്റെ ലോകം മുഴുവനുള്ള പ്രേക്ഷകർ ലൈവായിട്ട് ഇപ്പോൾ നമ്മളെ കണ്ടുകൊണ്ടിരിക്കുക. എന്താണ് അവരോട് സുവിശേഷ അധിഷ്ഠിതമായിട്ട്, നമുക്ക് അതേ ഉള്ളൂ, വേറൊന്നും പറയാനില്ല, എന്താ ഒരു സന്ദേശം ലോകത്തിന് കൊടുക്കാനായിട്ടുള്ളത്? പാപത്തെയും പാപസന്തോഷത്തെയും വെറുത്തുപേക്ഷിച്ച് യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ 1 സ്ഥാനം കൊടുക്കുക. യേശുവിന് 1 സ്ഥാനം കൊടുക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ വചനത്തിന് 1 സ്ഥാനം കൊടുക്കുക. വചനവിരുദ്ധമായൊരു ചിന്ത, ഒരു നോട്ടം, ഒരു ആഗ്രഹം എൻ്റെ മനസ്സിൽ ജനിക്കരുത് എന്ന് അധികാരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക. മക്കളെയൊക്കെ വിശുദ്ധിയിൽ വളർത്തുക. ഈശോയുടെ സ്നേഹം ആവുന്നത്ര പകരുക, സുവിശേഷം പകരുക. അങ്ങനെ നമുക്ക് ഓരോരുത്തർക്കും ഒരു അപ്പസ്തോലന്മാരെ തീരാനുള്ള വലിയൊരു അവസരമാണ് ദൈവം നൽകിയിരിക്കുന്നത്. അത് ഏറ്റെടുക്കുക. അങ്ങനെ കുടുംബങ്ങൾ, വ്യക്തികൾ അനുഗ്രഹിക്കപ്പെടും, നമ്മുടെ ഭൗതിക മേഖല അനുഗ്രഹിക്കപ്പെടും. ഇതാണ് എനിക്ക് ലോകത്തോട് പറയാനുള്ള ഏക സന്ദേശം. ഇന്ന് നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് നമുക്കൊരു നിമിഷം ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. അനേകർ വലിയ പ്രയാസങ്ങളിലൂടെ, ഭാരങ്ങളിലൂടെ, കഷ്ടങ്ങളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. അപ്പോൾ നമുക്ക് നമ്മളെ കേൾക്കുന്നവർക്ക് വേണ്ടി പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നത് മദ്യപാനം മൂലം തകരുന്ന അനേക വ്യക്തികൾക്ക് വേണ്ടി, കുടുംബങ്ങൾക്ക് വേണ്ടി, മദ്യ വ്യവസായികൾക്ക് വേണ്ടി, അങ്ങനെയൊക്കെയുള്ള എല്ലാ വ്യക്തികൾക്കും വേണ്ടി, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ വളരെ പ്രയാസം അനുഭവിക്കുന്ന, സാമ്പത്തികമായിട്ടൊക്കെ വളരെ ദുരിതം അനുഭവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്കും വേണ്ടി നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കാരണവാനായ നല്ല ദൈവമേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. കാരണവാനായ നല്ല ദൈവമേ, ഇപ്പോൾ ഈ പ്രഭാഷണം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും അനുഗ്രഹിക്കണമേ. അവരുടെ തലമുറകളെ അനുഗ്രഹിക്കണമേ. അവരുടെ സാമ്പത്തിക ഞെരുക്കങ്ങളിലേക്ക്, വേദനകളിലേക്ക്, ദുഃഖങ്ങളിലേക്ക് കർത്താവേ നീ ആശ്വാസമായി കടന്നു വരണമേ. ഈശോയുടെ പരിശുദ്ധാത്മാവേ മക്കളെ നയിക്കണമേ, വിശുദ്ധിയിലേക്ക് നയിക്കണമേ. സ്വർഗരാജ്യത്തിൻ്റെ പ്രത്യാശ കൊടുക്കണമേ. ഈ ലോക ജീവിതം കൊണ്ട് തീരുന്നതല്ല എൻ്റെ ജീവിതം എന്നുള്ള പ്രത്യാശ കൊടുക്കണമേ. എല്ലാ പാപത്തെയും, പാപ സന്തോഷങ്ങളെയും, പാപസുഖങ്ങളെയും, പാപ കാഴ്ചകളെയും, പാപ വരുമാനങ്ങളെയും വെറുത്തുപേക്ഷിച്ചുകൊണ്ട് വിശുദ്ധിയോടെ ജീവിക്കുവാൻ, ഒരു വിശുദ്ധനായി തീരുവാൻ, ഒരു വിശുദ്ധയായി തീരുവാൻ ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന എല്ലാ മക്കൾക്കും അനുഗ്രഹം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ. ബ്രദറെ, ഷെക്കിന ടെലിവിഷന് വേണ്ടി ഇവിടെ വന്ന് ഈ മഹത്തായ ഈ ശുശ്രൂഷ ചെയ്ത് നമ്മുടെ
ലക്ഷക്കണക്കിന് മനുഷ്യരിലേക്ക് കർത്താവിൻ്റെ സ്നേഹത്തെ, ആ പരിശുദ്ധാത്മാവിൻ്റെ തീയെ, സുവിശേഷത്തിൻ്റെ തീ പകരാനായിട്ട് കർത്താവ് ഇന്ന് അങ്ങേ ഉപയോഗിച്ചു. ഇനിയും അനേക വ്യക്തികളിലേക്ക് സുവിശേഷത്തിൻ്റെ തീ പടർത്തുവാൻ ആ തീ ഒരിക്കലും കെട്ടുപോകാതെ ആളിക്കത്തിക്കൊണ്ടിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഷെക്കന ടിവിക്ക് വേണ്ടി, നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയും ഒത്തിരി നന്ദി നമ്മുടെ കർത്താവിൻ്റെ നാമത്തിൽ അറിയിക്കുന്നു. പ്രിയപ്പെട്ടവരെ, തീ പിടിച്ച മറ്റൊരു വ്യക്തിയുമായിട്ട്, സുവിശേഷത്തിൻ്റെ തീയുമായി നിരന്തരം ഓടിക്കൊണ്ടിരിക്കുന്ന മറ്റൊരു ദൈവദാസനുമായിട്ട് നമുക്ക് അടുത്ത ആഴ്ചയിൽ കണ്ടുമുട്ടാം. അതുവരെ കർത്താവ് തൻ്റെ കൃപയിൽ നമ്മളെ സൂക്ഷിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.